മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. മേയറെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ കള്ളനാക്കാന്, കുറ്റക്കാരനാക്കാന് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മാധ്യമ പ്രവർത്തകൻ സ്വന്തം നാവ് കൊണ്ട് തന്നെ നല്ല ഒന്നാന്തരം പണി സ്വയം വാങ്ങി വെച്ചതും ഞാൻ ഇവിടെ തന്നെ മുന്നോട്ട് വെക്കാം. ഏതായാലും കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം മേയർ തിരുവനന്തപുരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ നല്ല ഒന്നാന്തരം മറുപടിയുമായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കതും ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം ഏതായാലും ഈ മാധ്യമ പ്രവർത്തകൻ സ്വന്തം നാവ് കൊണ്ട് പണി വാങ്ങുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ബി.ജെ.പിയുടെ ഇത്തവണത്തെ പ്രചാരണ വാക്യം തന്നെ മാറാത്തത് മാറും എന്നുള്ളതായിരുന്നു. ഇന്നലെ തലസ്ഥാനത്ത് ഏതായാലും നാറാത്തത് നാറുന്ന ദിവസമായിരുന്നു. ആ രീതിയിലുള്ള നാറ്റം ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ നിൽക്കുന്നത് നാറ്റത്തിന്റെ അടുത്തതാണ്. പ്രത്യേക അലവൻസ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ തരേണ്ടതാണ്. അത്രമാത്രം നാറ്റം സഹിച്ചുള്ള ജീവിതമാണ് തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് അനുഭവിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ബി.ജെ.പി എങ്ങനെയെങ്കിലും താറടിക്കണം, മേയർ എങ്ങനെയെങ്കിലും കള്ളനാക്കണം, അതേപോലെ തന്നെ ബി.ജെ.പിക്കെതിരെ പരമാവധി പറയുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിങ്ങനെ വിളിച്ചു പറയാണ്. ഏതെങ്കിലും നിഷ്പക്ഷ ഒരു മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ വിളിച്ചു പറയും? ഒരു പാർട്ടിയെയാണോ അല്ലെങ്കിൽ വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്ന ആ ഒരു സംവിധാനത്തിനെതിരെയൊക്കെയല്ലേ പറയൂ യഥാർത്ഥത്തിൽ? എന്നാലും എന്റെ ലളിതമായൊരു ചോദ്യം, UDF-നെയോ LDF-നെയോ അവരുടെ മുദ്രാവാക്യമൊക്കെ എടുത്തുയർത്തിയിട്ട് ഇമാതിരി ചോദ്യം ചോദിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ ബി.ജെ.പിക്കെതിരെ ഇവർ ചോദിക്കും. ഇവർക്കൊക്കെ തന്നെ ലക്ഷ്യമുണ്ട്, അജണ്ടയുണ്ട്. ബി.ജെ.പി കേരളത്തിൽ വളരരുത്, അതാ ലക്ഷ്യം. ഇനി മറ്റൊരു ഭാഗം കൂടി ഉണ്ട്, ഞാനിവിടെ കൊടുക്കും, നിങ്ങൾ അതൊന്നും കേട്ടു. വി രാജേഷ് ഏതായാലും ഈ വഴി വരുമെന്ന് കരുതുന്നില്ല. കോർപ്പറേഷന്റെ ഭരണം ആദ്യ മഴക്കാലത്ത് തന്നെ തുടക്കം ഏതായാലും പാളിച്ച കൂടെ തന്നെയാണ് തുടങ്ങുന്നത്. സമ്പൂർണ്ണമായി പാളിയെന്ന് മാത്രമല്ല, സമ്പൂർണ്ണമായി അവരുടെ കൈവിട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് എല്ലാ ഓടയും ഞങ്ങളുടേതല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കോർപ്പറേഷനോട് ഒരു അഭ്യർത്ഥനയുള്ളത്, കോർപ്പറേഷന്റെ ഓടകൾക്ക് മുമ്പിലെല്ലാം ഇത് ഞങ്ങളുടെ ഓട എന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ്. കാണുന്ന ചെളിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. നിൽക്കുന്നതാകട്ടെ മാലിന്യത്തിന്റെ നടുവിലും. നിങ്ങൾ കേട്ടില്ലേ? തുടക്കം തന്നെ പാളി മേയറുടേത് എന്ന്. എന്റെ ലളിതമായൊരു ചോദ്യമാണ്, കേരളത്തിൽ എത്ര മേയർമാരുണ്ട്? ഈ വി രാജേഷിന്റെ പേരിൽ അപ്പുറം മറ്റേതെങ്കിലും ഒരു മേയറുടെ പേര് ഇവിടെയുള്ള സാധാരണക്കാർക്കറിയോ? ഇതൊക്കെയൊന്ന് ഈ മാധ്യമ പ്രവർത്തകർ എവിടെ നിന്നെങ്കിലും ഒന്ന് ചോദിച്ചോക്കണം. നമ്മുടെ കേരളത്തില് ഒരു മേയർ എന്ന നിലക്ക് വി രാജേഷിന് മാത്രമാണ് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ കയ്യടി കിട്ടിയത്. ആ കയ്യടി കിട്ടിയതൊന്നും വെറുതെയല്ല, വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാ, ജനങ്ങൾക്ക് വികസനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാ. പിന്നെ ഈ മാധ്യമ പ്രവർത്തകൻ എടുത്തു പറഞ്ഞില്ലേ, ഇനി മേയർ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്, ഇവിടേക്ക് കോർപ്പറേഷൻ പരിധിയിലേക്ക് മേയർ വരില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകരെ ബോധമുള്ളവർ പുച്ഛിച്ചു തള്ളില്ലേ? 24 മണിക്കൂറും കോർപ്പറേഷൻ പരിധിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മേയർ കോർപ്പറേഷന്റെ ഇന്ന ഭാഗത്തേക്ക് വരില്ല എന്നൊന്നും പറയാൻ ഈ മാധ്യമ പ്രവർത്തകന് നാണമില്ലേ? ഇനി മറ്റൊന്ന്, ഏത് ഓടയാണ്, എവിടെയാണ് കോർപ്പറേഷൻ പരിധി എന്നൊക്കെ ഒന്ന് ബോർഡ് വെക്കണമെന്ന്. അതായത് കോർപ്പറേഷൻ പരിധിയിലെ സകലതും മേയറാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ പറയുന്നത്. എന്നാൽ ഇതേ മാധ്യമ പ്രവർത്തകൻ ഇതേ നാവ് കൊണ്ട് മറ്റൊന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ഏതായാലും ആമേഴഞ്ചാന്തോട് ഒരു മാസം മുമ്പ് ഒന്ന് വൃത്തിയാക്കിയിരുന്നു. അതിനായി പലയിടത്തും ഇടിച്ചത് ഇതുവരെ വീണ്ടും കെട്ടിയിട്ടില്ല. അത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമല്ല, അത് ഇറിഗേഷൻ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇന്ന ഭാഗത്ത് കോർപ്പറേഷൻ വൃത്തിയാക്കിയിട്ടുണ്ട് 1 മാസം മുമ്പേ, പക്ഷെ അവിടെ മതിൽ കെട്ടാനുണ്ട്. അത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമല്ല. അപ്പൊ ഈ മാധ്യമ പ്രവർത്തകൻ അറിയാം, കോർപ്പറേഷൻ പരിധിയിൽ തന്നെ എല്ലാത്തിലും കോർപ്പറേഷൻ അല്ല ചെയ്യാ. കോർപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള മേഖലയുണ്ട്. കോർപ്പറേഷൻ ഇന്ന തോട് വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ അത് മതിൽ കെട്ടേണ്ടത് അവരല്ല. ഇതൊക്കെ അറിയാം. എന്നിട്ട് ഇതേ നാവ് കൊണ്ടാണ് ഉളുപ്പില്ലാതെ ചോദിക്കുന്നത്, ഏതൊക്കെ ഓടയാണ്, എവിടെയൊക്കെയാണ് കോർപ്പറേഷൻ നന്നാക്കുന്ന ഒരു ബോർഡ് വെക്കുവോ എന്നൊക്കെ. നാണമില്ലേ? ഉളുപ്പില്ലേ? ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തനം നടത്താൻ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ കേരള സർക്കാർ ചെയ്യേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് കേരള ജനതയ്ക്ക് ഒന്നടങ്കറിയാം.
ഇത്രയും കാലം കേരളം ഭരിച്ച കഴിഞ്ഞ 10 വർഷമായിട്ട് കോർപ്പറേഷനും അതേപോലെ തന്നെ കേരളം ഭരിച്ച ഇടതിനോട് ഒരു ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകർ, ഇനി പുതുതായിട്ട് വന്ന കേരള സർക്കാരിനോട് ഒരു ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകർക്കില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു പ്രശ്നം ചോദിക്കുന്നത് ആ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം കൊടുക്കുന്നത് വെറും 4 മാസം മാത്രമായിട്ടുള്ള BJP ഭരിക്കുന്ന കോർപ്പറേഷന്റെ തലയിലേക്ക്. വല്ലാത്തൊരു മാധ്യമ പ്രവർത്തകരല്ലേ ഈ വിളിച്ചു പറയുന്നത്. ഈ മാധ്യമ പ്രവർത്തകന്റെ ഒക്കെ ഒരു ലക്ഷ്യം, അജണ്ട വളരെ ലളിത. BJP വളരുന്നതില്ലാതെയാക്കണം, അല്ലാതെ ഇത്തരത്തിലൊക്കെ മണ്ടത്തരം ആർക്കെങ്കിലും വിളിച്ചു പറയാൻ സാധിക്കും? ഇനി ഇതുമായി ബന്ധപ്പെട്ട് VV രാജേഷ് എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്, അത് കേരള സർക്കാർ എത്രത്തോളം ഒരുമിച്ച് നിൽക്കണം, അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെറും 4 മാസം മാത്രമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ പതിറ്റാണ്ടുകളായിട്ട് കേരളം നോക്കിക്കാണുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതായത് കോർപ്പറേഷനിൽ ഞാൻ മേയറായതിനു ശേഷം വളരെ കൃത്യമായിട്ട് വളരെ എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിച്ചതിനെ കുറിച്ച് ഒരു ധാരണയായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ ഒരു 8-9 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലുള്ള കനാലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓടകളും ആറുകളും തോടുകളുമുണ്ട്. റോഡുകൾ പലതും നാഷണൽ ഹൈവേ അതോടൊപ്പം തന്നെ PWD KRF ഈ റോഡുകൾ പലതും ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വസ്തുതകൾ വിലയിരുത്തി ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ വർഷവും മഴ പെയ്യുമ്പോഴും കുറേ പണം ആമേഴഞ്ചാൻ തോട് പാർവതി പുത്തനാട് വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ചിലവഴിക്കും. ഒരുപാട് മാൻ പവറും ചിലവഴിക്കും. ജനങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടമുണ്ട്. പക്ഷേ പ്രശ്നം പരിഹരിക്കുന്നില്ല. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിൽ 101 വാർഡുകളിലുമുള്ള എല്ലാ ഓടകളും കോർപ്പറേഷൻ തന്നെ ഒരു 1.5 കോടി രൂപയ്ക്ക് പുറത്ത് 1.5 കോടി മുതൽ 2 കോടി രൂപ വരെ മുടക്കി ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ ക്ലീനിങ് ആരംഭിച്ചു. ഞങ്ങൾ നേരിട്ട് നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള മഴയിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഓടയിലും വെള്ളം പൊങ്ങിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടുള്ളത് തകരപ്പറമ്പ് പഴവങ്ങാടി ഭാഗത്താണ്. അതുപോലെ തമ്പാനൂർ SS കോവിൽ റോഡ് ഭാഗത്ത് കുറച്ച് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. ഇത് രണ്ടും പാർവതി പുത്തനാറും ആമേഴഞ്ചാൻ തോടും ഒഴുകിപ്പോകുന്നതിൽ നിന്നുണ്ടാകുന്ന ഓവർഫ്ലോ ആണ്. ഇത് രണ്ടും ജലസേചന വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തകരപ്പറമ്പ് പഴവങ്ങാടി ഭാഗത്തെയും തമ്പാനൂരെ ജോയി മരണപ്പെട്ട ഭാഗത്തെയും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഞങ്ങളുടെ പരിമിതി അകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെടാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരവരുടെ ഉടമസ്ഥതയിലുള്ള റോഡ് റോഡ്, തോടെങ്കിൽ തോട്, ഓടകളെങ്കിൽ ഓട അത് ശുദ്ധീകരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാനുള്ള പരിഹാരം തേടി കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 2 മന്ത്രിമാരുണ്ട്, 2 MLA-മാരുണ്ട്. അവരെ ഉൾപ്പെടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടി വരും. അങ്ങനെ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ടില്ലേ, വ്യക്തമായ പ്ലാൻ തിരുവനന്തപുരം മേയർക്കുണ്ട്. കേരള സർക്കാർ ഒരുമിച്ച് നിൽക്കണം, ഇന്ന വകുപ്പുകൾ ഒരുമിച്ച് നിൽക്കണം. ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിലെ പ്രശ്നം BJP ഭരിക്കുന്ന കോർപ്പറേഷൻ തന്നെ തീർത്ത് തരുമെന്ന കേരള ജനതയോട് വിളിച്ചു പറയുന്നത്. കേരള സർക്കാർ ഒന്ന് ഒരുമിച്ച് നിൽക്കണം, അവരൊന്ന് ഇതിനോട് വലിയ രീതിയിൽ സഹകരിക്കണം. അതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കോർപ്പറേഷൻ ചെയ്യേണ്ടതൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞു. കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഓടകൾ ഉൾപ്പെടെ സകലതും ക്ലീൻ ചെയ്തു കഴിഞ്ഞു. ഇതിനി എങ്ങനെ പറഞ്ഞാലാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മനസ്സിലാവുക? വളരെ വ്യക്തമായിട്ട് മേയർ ഓരോ ചാനലിൽ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് ചെയ്തു, ഇനി കേരള സർക്കാർ സഹകരിക്കണം. ഇടതും വലതും കേരളം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇടതും വലതുമല്ല ഭരിക്കുന്നത്. എന്നിട്ട് തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം BJP ഭരിക്കുന്ന വെറും 4 മാസം മാത്രമായിട്ടുള്ള BJP ഭരിക്കുന്ന കോർപ്പറേഷൻ തീർക്കണോ എന്ന് പറയുന്നതിനൊക്കെ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരള സർക്കാർ ഇതിനോട് യോജിച്ച് നിന്നു കൊടുത്തില്ലെങ്കിൽ കേരള ജനത തിരുവനന്തപുരം കോർപ്പറേഷനെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരിനെ കൊണ്ടുവരാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിൽ വികസനമില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. ഇടതും വലതും ഭരിച്ച് കട്ടുമുടിച്ചിട്ട് തലസ്ഥാന നഗരിയിൽ പോലും ഒരൊറ്റ മഴ പെയ്താൽ വെള്ളം കയറുക. ഇതൊക്കെ പരിഹരിക്കാൻ BJPക്ക് സാധിക്കുമെന്ന് മേയർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം മേയറെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ വേട്ടയാടിയെങ്കിലും കേരള ജനത ഒന്നടങ്കം മേയർക്ക് കൈയടിക്കുക.
മേയർക്കാണ് വലിയ രീതിയിൽ ജനപിന്തുണ ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വെറും 4 മാസം മാത്രമുള്ള മേയർ പറയുന്നു ഇത് ഞങ്ങൾ പരിഹരിച്ചോളാം, ഒന്ന് കേരള സർക്കാർ ഒപ്പം നിന്നാൽ മാത്രം മതി എന്ന്.